പ്രണയസഖി ഭാഗം 8. ഇപ്പുറത്തെ മുറിയിലായിരുന്ന അവൻ്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. മനഃപൂർവ്വമല്ലെങ്കിൽ പോലും അവളെ അങ്ങനെയൊരവസ്ഥയിൽ കണ്ടതിൽ അവനും ഒരു കുറ്റബോധം ഉണർത്തിയിരുന്നു. 1-2 തവണ കൂടി തട്ടി വിളിച്ചിട്ടകത്തേക്ക് കയറിയാൽ മതിയായിരുന്നു. അന്നേരം അങ്ങനെ അവൻ ഓർത്തിരുന്നു. ഇറ്റ്സ് ഓക്കെ ശിവ, നിനക്കറിയാതെ പറ്റിപ്പോയതല്ലേ. അവൻ്റെ ബുദ്ധി അവനോടൊന്ന് പറഞ്ഞെങ്കിൽ മനസ്സ് വേറെ പറഞ്ഞു. എന്നാലും ഇങ്ങനെയൊക്കെ ആയപ്പോൾ അവൾ എന്നെപ്പറ്റി എന്ത് കരുതി കാണുമെന്നാവോ. അവൻ്റെ മനസ്സ് വീണ്ടും ചിന്തിച്ചുകൊണ്ടിരുന്നു. ജാമിൻ, ഒരു കാര്യവുമില്ലായിരുന്നു. നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ പോരായിരുന്നോ ശിവ? അവൻ്റെ ബുദ്ധി വീണ്ടും വീണ്ടും അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അവൾ എൻ്റെ ഭാര്യയല്ലേ, സോ നോ പ്രോബ്ലം. അവൻ്റെ മനസ്സ് വീണ്ടും അതിന് മറുത്തു പറഞ്ഞു. അതിന് നീ അവളെ സ്നേഹിക്കുന്നൊന്നുമില്ലല്ലോ, പിന്നെ എന്ത് അധികാരത്തിലാണ് നീ അവളുടെ മുറിയിലേക്ക് കയറി ചെന്നത്? അവൻ്റെ ബുദ്ധി ഒന്ന് പറയുമ്പോൾ മനസ്സ് അതിനെ എതിർത്ത് വേറെ പറഞ്ഞുകൊണ്ടിരുന്നു. ഓരോന്നാലോചിച്ച് തനിക്ക് ഭ്രാന്ത് പിടിക്കും എന്ന് തോന്നിയതും അവൻ വേഗം തന്നെ വണ്ടിയും എടുത്ത് പുറത്തേക്ക് പോയിരുന്നു. അകത്ത് മുറിയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ വണ്ടി അകന്നു പോകുന്ന ശബ്ദം നേരിയ രീതിയിൽ അവളുടെ കാതുകളിൽ കേട്ടിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും അവൾ എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ മാറി. അവൾ ആ സമയം കൊണ്ട് തന്നെ ഒത്തിരി കരഞ്ഞിരുന്നു. അത് ഈയൊരു കാരണം കൊണ്ടല്ല. അവളുടെ മനസ്സിൽ തിങ്ങിക്കെട്ടിയിരുന്ന സങ്കടങ്ങളെല്ലാം ഒരു കാരണം കിട്ടി എന്ന വിധത്തിൽ പുറത്തേക്കൊഴുകിയതായിരുന്നു. അവളുടെ കൺപോളകൾ കരഞ്ഞതിനാൽ തടിച്ചു വീർത്തിരുന്നു. അവൾക്ക് ആ വലിയ വീട്ടിൽ വല്ലാത്ത ഒറ്റപ്പെടൽ തോന്നി. ആരോടെങ്കിലും ഒന്ന് വിളിച്ച് സംസാരിക്കാൻ അവൾക്ക് തോന്നി. തൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിങ്ങിയിരിക്കുന്ന സങ്കടങ്ങളെല്ലാം ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയാൻ തോന്നി. മുത്തശ്ശിയെ വിളിക്കാമെന്ന് കരുതിയാലും ഒരു ഫോൺ പോലും തൻ്റെ കയ്യിലില്ല. അവൾ കട്ടിലിലേക്ക് കിടന്നു. എന്തോ മനസ്സാകെ മരവിച്ചൊരവസ്ഥ. കരഞ്ഞു തളർന്നതുകൊണ്ടാണോ എന്തോ കിടന്നപ്പോൾ തന്നെ അവൾ പതിയെ ഉറക്കത്തിലേക്ക് വഴുതിപ്പോയിരുന്നു. ഇതേ സമയം വീട്ടിൽ നിന്നും ശിവ നേരെ പോയത് ക്ലബിലേക്കാണ്. ക്ലബിൽ ഒട്ടുമിക്കവരും എത്തിയിരുന്നു. മിഥുനും ഉണ്ടായിരുന്നു. വെപ്രാളം പിടിച്ച മുഖവുമായി വരുന്ന ശിവയെ ഒരു നിമിഷം എല്ലാവരും ഒരുപോലെ നോക്കി. എന്നാലും അവനോട് എന്താണ് കാര്യം എന്ന് ചോദിക്കാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും നിശബ്ദമായി കളിയിലേക്ക് തിരിഞ്ഞു. ശിവയും അവരുടെ അടുത്തായി വന്നിരുന്നു. ആരെയും ശ്രദ്ധിക്കാതെ അവൻ എല്ലാവരുടെയും കൂട്ടത്തിൽ വന്നിരുന്നുവെങ്കിലും തന്നെ സംശയത്തോടെ നോക്കുന്ന മിഥുനെ ശിവ ശ്രദ്ധിച്ചിരുന്നു. എന്നാലും അവനത് കാര്യമാക്കാൻ പോയില്ല. എല്ലാവരുടെയും ശ്രദ്ധ പതിയെ കളിയിലേക്ക് തന്നെ തിരിഞ്ഞു. സമയം വൈകി ഇരുട്ടിത്തുടങ്ങിയതും ശിവ പോകാനായി ഇറങ്ങി. അവൻ പോകാൻ ഇറങ്ങുന്നത് കണ്ടതും മിഥുനും അവൻ്റെ പുറകെ ചെന്നു. ശിവ, മിഥുൻ അവനെ വിളിച്ചു. അവൻ തിരിഞ്ഞ് എന്താണെന്നുള്ള രീതിയിൽ മിഥുനെ നോക്കി. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? മിഥുൻ്റെ കരുതലോടെയും ആകുലതയോടെയുള്ള ശബ്ദം കേട്ടതും അവൻ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഒന്നുമില്ലടാ, ശിവ ഒരു പുഞ്ചിരിയോടെ അവനോട് തിരികെ പറഞ്ഞു. എന്നാലും മിഥുൻ്റെ മുഖം തെളിഞ്ഞിട്ടില്ല. നീ ഇങ്ങോട്ട് വന്നപ്പോൾ നിന്റെ മുഖാകെ വല്ലാതിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് ചോദിച്ചതാണ്. അതൊന്നുമില്ലടാ. ഞാനെങ്കിൽ ഇറങ്ങുക. അത് പറഞ്ഞ് ശിവ ബൈക്കിൽ കയറി വണ്ടി സ്റ്റാർട്ടാക്കി. അവൻ്റെ വണ്ടി അകന്നു പോകുന്നത് നോക്കി മിഥുൻ ഒന്ന് നിശ്വസിച്ചു. വണ്ടിയിൽ മുന്നോട്ട് സഞ്ചരിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ അവളെ ഇനി എങ്ങനെ പോയി ഫേസ് ചെയ്യും എന്നുള്ള ചിന്ത തന്നെയായിരുന്നു. അങ്ങനെ ചിന്തകൾക്കൊടുവിൽ വീടിൻ്റെ മുന്നിലെത്തി വണ്ടി വെച്ച് അവൻ അകത്തേക്ക് കയറി. സാധാരണ പോലെ തന്നെ വീടിനുള്ളിൽ അവളുടെ അനക്കമൊന്നുമില്ല. ഇനി ശരിക്കും എവിടെയെങ്കിലും തലകറങ്ങി വീണ് കിടപ്പുണ്ടാവോ? അവൻ്റെ മനസ്സ് അത് കണ്ടപ്പോൾ ആദ്യം തന്നെ ചിന്തിച്ചത് അതാണ്. നിനക്കിനിയും കിട്ടിയതൊന്നും മതിയായില്ലേ ശിവ? ബുദ്ധി അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചു. ആ ഓർമ്മയിൽ അവളെ നോക്കാതെ അവൻ തൻ്റെ മുറിയിലേക്ക് കയറാമെന്ന് കരുതി. അവൻ്റെ മുറിവാതിൽ തുറക്കാൻ പോകുമ്പോഴാണ് അവളുടെ തുറന്നു കിടക്കുന്ന മുറി അവൻ കാണുന്നത്. ഏതോ ഒരു ഉൾപ്രേരണയിൽ അവൻ അവളുടെ മുറിവാതിൽ വരെ ഒന്ന് പോയി നോക്കി. നോക്കുമ്പോൾ അവൾ കട്ടിലിൽ കിടക്കുന്നുണ്ട്. അവൾ ശ്വാസം എടുക്കുന്ന ക്രമത്തിൽ നിന്നും അവൾ ഉറങ്ങുകയാണ് എന്നവന് മനസ്സിലായി. ഭാഗ്യം, ഉറക്കാണ്. അവളെ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള ടെൻഷനിൽ നിന്ന് മോചനം എന്നതുപോലെയാണ് അവൾ ഉറങ്ങുന്നത് അവൻ കണ്ടത്. മുന്നിലെ വാതിലൊക്കെ അടച്ചത് കഴിഞ്ഞതിന് ശേഷം അവനും അവൻ്റെ മുറിയിലേക്ക് പോയി. മുറിയിലേക്ക് കയറിയപ്പോഴാണ് അവൻ്റെ ശ്രദ്ധ ബെഡിലായിട്ടിരിക്കുന്ന ബാഗിലേക്ക് പോയത്. അവൻ ആ ബാഗ് അനക്കാതെ എടുത്ത് അവൻ്റെ മുറിയിലുള്ള വാർഡ്രോബിലേക്ക് വെച്ചു. ശേഷം ഒന്ന് കുളിച്ച് ഫ്രഷായി വന്ന് കട്ടിലിലേക്ക് കിടന്നു. ഇന്ന് പകലും മുഴുവൻ അലച്ചിലായിരുന്നു. എന്തെല്ലാമോ കാര്യങ്ങൾ അവൻ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നു. ഫോണിലും എന്തൊക്കെയോ കാര്യങ്ങൾ അവൻ ചെയ്തു. ഒരുപാട് സമയം അങ്ങനെ ഇരുന്നതിന് ശേഷം ഫോൺ മാറ്റിവെച്ച് വീണ്ടും എന്തൊക്കെയോ ആലോചനകളിലേക്ക് കണ്ടു. എന്നാൽ അല്പനേരത്തെ ചിന്തയ്ക്ക് ശേഷം അവൻ്റെ മനസ്സിലേക്ക് അവളായിരുന്നു കടന്നു വന്നത്. വർണ്ണ. അവൻ്റെ ചിന്തകൾ പിന്നീട് അവളെ ചുറ്റിപ്പറ്റിയായിരുന്നു. എന്നാലും ഇന്നത്തെ കൊണ്ട് അവളുടെ ഉള്ളിൽ എനിക്ക് മോശം ഇമേജായി കാണും. അതിനിപ്പോൾ എന്താ? അവളെ നീ സ്നേഹിക്കാനൊന്നും പോകുന്നില്ലല്ലോ. അവൻ അങ്ങനെ ഇങ്ങനെ ഓരോന്നും ചിന്തിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്നാണ് അവൻ്റെ ഫോണിൽ തുരുതുരെ മെസ്സേജ് വന്നുകൊണ്ടിരുന്നത്. നോക്കുമ്പോൾ മിഥുനാണ് അയക്കുന്നത്. കുറേ ഫോട്ടോസാണ്. അവൻ അതെടുത്തു നോക്കി. കല്യാണത്തിൻ്റെ അന്നെടുത്ത ഫോട്ടോസാണ്. വീഡിയോയും ഫോട്ടോയും എല്ലാം കൂടി അയച്ചിട്ടുണ്ട്. എല്ലാ ഫോട്ടോയിലും അവളുടെ മുഖം വാടിയാണിരിക്കുന്നത്. കരഞ്ഞു ചുവന്ന കണ്ണുകളും ക്ഷീണിച്ച മുഖവും
ഓരോ ഫോട്ടോകൾ മാറ്റി മാറ്റി നോക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ ആദ്യം മുടക്കിയത് അവളിൽ തന്നെയായിരുന്നു. ഫോട്ടോസ് കഴിഞ്ഞ് അവസാനമായിട്ടിരിക്കുന്ന 2 വീഡിയോകൾ അവൻ പ്ലേ ചെയ്തു. വിവാഹത്തിന് താലി ചാർത്തുന്നതും സിന്ദൂരം അണിയിക്കുന്നതുമായ 2 വീഡിയോ ആണ്. താലി കെട്ടുമ്പോൾ തൻ്റെ ചുണ്ടിൽ വിജയച്ചിരിയാണ്. എന്തെല്ലാമോ നേടിയെന്നൊരു ഭാവം. അവൻ ഫോൺ മാറ്റിവെച്ച് കിടന്നു. അങ്ങനെ കിടന്ന് ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ അവൻ പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. രാവിലെ പതിവ് പോലെ തന്നെ വർണ്ണ ഉറക്കം എഴുന്നേറ്റു. കർട്ടൻ തുറന്ന് ജനലിലൂടെ പുറത്തേക്കൊന്ന് നോക്കി. സമയം 6 മണിയൊക്കെ ആയി കാണും. ഒന്ന് മൂരി നിവർന്നുകൊണ്ട് കിടക്കയിൽ തന്നെ എഴുന്നേറ്റിരുന്ന് ഒന്ന് പ്രാർത്ഥിച്ച് ശേഷം ഡ്രസ്സൊക്കെ എടുത്ത് കുളിക്കാൻ കയറി. കുളിച്ചു കഴിഞ്ഞ് മുറി തുറന്ന് പുറത്തേക്കിറങ്ങി നോക്കുമ്പോൾ അവൻ്റെ മുറി അടഞ്ഞു കിടക്കുകയാണ്. രാത്രി എപ്പോൾ വന്നൂന്നാവോ എന്ന് ചിന്തിച്ച് അവൾ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. മുറ്റത്തിറങ്ങി കുറച്ചു നേരം അവിടെ നിന്നു. കിളികളുടെയും കുരുവികളുടെയും ശബ്ദവും ഒക്കെ കേട്ട് മനസ്സൊന്ന് ശാന്തമാക്കി അവിടെ തന്നെ കുറച്ചു നേരം അങ്ങനെ നടന്നു. അപ്പോഴാണ് പാല് കൊണ്ടുവന്ന് വെക്കുന്ന പയ്യൻ വന്നത്. ചേച്ചി, ഇന്നലെ പാല് കൊണ്ടുവന്ന് തന്ന കുപ്പി. അവൾ അവിടെ നിൽക്കുന്നത് കണ്ടതും ആ പയ്യൻ അവളോട് ചോദിച്ചു. ആ, ഞാനിപ്പോൾ കൊണ്ടുവരാം. അത് പറഞ്ഞ് അവൾ അകത്തേക്ക് കയറി. ഇന്നലത്തെ പാലിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അത് തൈരാക്കാമെന്ന് കരുതി മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്നുകൂടി കുപ്പിയൊക്കെ ഒന്ന് കഴുകിക്കൊണ്ട് അവൾ അവൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. എല്ലാ ദിവസവും ഇനി കുപ്പി ഈ മതിലിൻ്റെ മുകളിൽ വെച്ചാൽ മതി ചേച്ചി, ഞാൻ എടുത്തോളാം. ശരി. അവളും ആ പയ്യനോട് ഒരു പുഞ്ചിരിയോടെ തന്നെ തിരികെ പറഞ്ഞു. പാലും പത്രവും ഒക്കെ എടുത്ത് അവൾ അകത്തേക്ക് നടന്നു. ഇനി ഇവിടെ ഇരുന്ന് പത്രം വായിച്ചു എന്ന് പറഞ്ഞ് വെറുതെ അയാളുടെ വായിലിരിക്കുന്ന ചീത്ത രാവിലെ തന്നെ കേൾക്കണ്ട. അവൾ പത്രം സോഫയുടെ മുന്നിലായി വെച്ചിരിക്കുന്ന ടീപ്പോയിൽ വെച്ച് പാലുമായിട്ട് അടുക്കളയിലേക്ക് നടന്നു. ചായ ഉണ്ടാക്കി വേഗം തന്നെ രാവിലത്തേക്കുള്ള ഭക്ഷണത്തിൻ്റെ പണി തുടങ്ങി. അടുക്കളയിൽ നിൽക്കുമ്പോൾ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. ഉണർന്നു എന്ന് തോന്നുന്നു. അവൾ അന്നേരം അടുക്കളയിൽ നിന്ന് തന്നെ ചിന്തിച്ചു. പക്ഷേ ഇനിയും അവൻ്റെ മുന്നിലേക്ക് പോകാൻ അവൾക്കെന്തോ വല്ലായ്മ പോലെയോ ചമ്മൽ പോലെയോ എന്തെല്ലാമോ ഒക്കെ തോന്നി. അവൻ രാവിലെ തന്നെ ഉണർന്നപ്പോൾ നല്ല തലവേദന ഉണ്ടായിരുന്നു. കാരണം അതുപോലെ ആയിരുന്നല്ലോ ഇന്നലെ കുടിച്ചത്. എല്ലാ ദിവസവും ഇതുണ്ടാകും. ഒരു ചായ കുടിച്ചാലേ പിന്നെ ആ തലവേദന മാറും. അല്ലെങ്കിൽ തല ഇങ്ങനെ പെരുത്ത് കയറുന്നത് പോലെ തോന്നും. പക്ഷേ അവളോട് പോയി ചായ ചോദിക്കാൻ അവനും എന്തോ വല്ലാതെ തോന്നി. ഇന്നലത്തെ സംഭവത്തിന് ശേഷം അവനായാലും അവൾക്കായാലും പരസ്പരം ഫേസ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട്. അവൻ സോഫയിലായി കിടക്കുന്ന പത്രവും എടുത്ത് ഉമ്മറത്തായിട്ടിരിക്കുന്ന കസേരയിൽ വന്നിരുന്നു. അവിടെ ഇരിക്കുമ്പോഴേക്കും ഇന്നലത്തെ പോലെ അവളൊരു ഗ്ലാസ് ചായ കൊണ്ടുവന്ന് തരും എന്ന പ്രതീക്ഷ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ പത്രം വായിച്ചു തുടങ്ങി അത് വായിച്ച് തീരാനായിട്ടും അവൾ വന്നില്ല. എന്നാൽ പെട്ടെന്നാണ് ചെറിയ രീതിയിലുള്ളൊരു കൊലുസിൻ്റെ ശബ്ദവും മുന്നിലേക്ക് കയ്യിൽ ഒരു ചായക്കപ്പുമായിട്ട് അവളുടെ കൈ നീണ്ടുവന്നത്. അവൻ പത്രത്തിൽ നിന്നും ശ്രദ്ധ മാറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി. പക്ഷേ അവനെ നോക്കാതെ മറ്റെങ്ങോ ദൃഷ്ടി പതിപ്പിച്ചാണ് അവളുടെ നിൽപ്പ്. അവൻ അവളുടെ കയ്യിൽ നിന്നും ആ ചായക്കപ്പ് വാങ്ങി. പക്ഷേ അവനും പിന്നെ അവളുടെ മുഖത്തേക്ക് നോക്കാനൊന്നും നിന്നില്ല. ചായക്കപ്പ് അവൻ വാങ്ങിയതും പിന്നെ അവിടെ നിൽക്കാതെ അവൾ തിരിച്ചടുക്കളയിലേക്ക് നടന്നു. അടുക്കളയിലേക്ക് വന്ന് വീണ്ടും അവളുടേതായിട്ടുള്ള ജോലികളിലേക്ക് തിരിഞ്ഞിട്ടും അവളുടെ മനസ്സിൽ മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നത് അവൻ തന്നെയായിരുന്നു. ചായ കൊടുക്കണ്ടെന്ന് കരുതിയതാണ്. പക്ഷേ എന്താണെന്നറിയില്ല, പെട്ടെന്ന് ചായ കൊടുത്തേക്കാമെന്ന് തോന്നി. പണിക്കിടെ അവൻ ചായയുടെ കപ്പ് കൊണ്ടുവന്ന് ടേബിളിൻ്റെ പുറത്ത് വെക്കുന്ന ശബ്ദം അവൾ അടുക്കളയിൽ നിന്ന് തന്നെ കേട്ടിരുന്നു. അല്പനേരം കഴിഞ്ഞ് അവൾ അതും കൊണ്ടുവന്നെടുത്ത് വൃത്തിയാക്കി കഴുകിയൊക്കെ വെച്ചു. രാവിലത്തെ ഭക്ഷണം കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൽ വെച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൻ വന്ന് അതെടുത്ത് കഴിച്ചു. അവളും അടുക്കളയിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചു. ഏകദേശം രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും അവളുടെ എല്ലാ ജോലികളും തീർന്നിരുന്നു. ഇത്ര നേരമായിട്ടും അവൻ പുറത്തേക്കൊന്നും പോയിട്ടില്ല, വീട്ടിൽ തന്നെ ഉണ്ട്. ഇന്നെങ്ങോട്ടും പോകുന്നില്ലേ ആവോ? അവൻ കുറച്ച് സമയമായിട്ടും മുറിയിൽ തന്നെ ഇരിക്കുന്നത് കണ്ടതും അവൾ ചിന്തിച്ചു. പിന്നെ കൂടുതൽ സമയം അവിടെ നിന്ന് തിരിയാതെ അവൾ അവളുടെ മുറിയിലേക്ക് നടന്നു. സമയം പിന്നെയും പോയി ഉച്ചയായി. ക്ലോക്കിൽ നോക്കുമ്പോൾ 1:30 കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര നേരമായിട്ടും അവൻ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. പക്ഷേ മുറിവാതിൽ പകുതി തുറന്ന് കിടക്കുന്നുണ്ട്. സമയം 1:30 ആയല്ലോ. ഇനി ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ടോ ആവോ? അവൾ അടുക്കളയിലേക്ക് വന്ന് ചോറും കറികളും ഒക്കെ ഒന്നുകൂടി ചൂടാക്കി കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൽ വെച്ചു. എന്നാൽ സമയം 2 മണി കഴിഞ്ഞിട്ടും മുറിയിൽ നിന്നും അവൻ്റെ അനക്കമൊന്നുമില്ല. അവൾ മുറിവാതിൽ പതിയെ തുറന്ന് അവനെ ഒന്ന് നോക്കി. അവൻ അന്നേരം കട്ടിലിൽ കിടന്നുറക്കമാണ്. അവൾ അവൻ്റെ മുറി ഒന്നാകെ നോക്കി. ഇന്നലെ വീട് മുഴുവൻ ക്ലീൻ ചെയ്തപ്പോഴും ഈ മുറി അടച്ചു കിടക്കുന്നതിനാൽ അവൾ ക്ലീൻ ചെയ്യാൻ കയറിയിരുന്നില്ല. എല്ലാം നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. ഒരഴുക്കും പൊടിയും ഒന്നുമില്ല. എല്ലാം നല്ല അടുക്കും ചിട്ടയോടും കൂടി ഒതുക്കി അടുക്കി വെച്ചിരിക്കുകയാണ്. കണ്ടാൽ ഒന്ന് നോക്കി നിൽക്കാൻ പോകുന്ന വിധത്തിൽ. അവൾ അവിടെ മൊത്തമായി ഒന്ന് നോക്കി. അവൻ്റെ അടുത്തേക്ക് വന്നു. ഒരു നിമിഷം നല്ല ഉറക്കത്തിലായിരുന്ന അവനെ വിളിക്കണോ വേണ്ടയോ എന്നവൾ സംശയിച്ച് അവിടെ തന്നെ നിന്നു. വിളിച്ചേക്കാം.
വെറുതെ എന്തിനാ പട്ടിണി കിടക്കുന്നത്? അവസാനം വിളിക്കാമെന്ന തീരുമാനത്തിൽ അവൾ അവൻ്റെ കയ്യിലായി ഒന്ന് തട്ടി. പക്ഷേ എന്നിട്ടും അവൻ ഉണർന്നില്ല. അതേ, അവൾ അവൻ്റെ കയ്യിലായി വീണ്ടും ഒന്ന് തട്ടി ഉറക്കെ വിളിച്ചു. അവളുടെ വിളി കേട്ടിട്ടാണോ എന്താണെന്നറിയില്ല, അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു കിടന്നു. ഇയാൾക്ക് ചെവിയും കേൾക്കില്ല എൻ്റെ ദേവി. അതേ, എഴുന്നേക്ക്. അവൾ അവൻ്റെ കൈ പിടിച്ച് ചെറുതായിട്ടൊന്ന് കുലുക്കിക്കൊണ്ട് വീണ്ടും ഉറക്കെ വിളിച്ചു. പൊന്നു എന്ന് വിളിച്ചുകൊണ്ട് അവൻ കട്ടിലിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റ് ചുറ്റും ഒന്ന് നോക്കി. എന്നാൽ അവൻ ഞെട്ടി എഴുന്നേൽക്കുന്നത് കണ്ടതും അവൾ ഒരടി പിന്നിലേക്ക് മാറി. എഴുന്നേറ്റ് അവൻ കാണുന്നത് തൻ്റെ മുന്നിലായി നിൽക്കുന്ന വർണ്ണയെയാണ്. നീയോ? നീ എന്താടി എൻ്റെ മുറിയിൽ എന്ന് ചോദിച്ച് അവൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. അവൻ്റെ ചോദ്യത്തിൽ ദേഷ്യവും ഗൗരവവും നിറഞ്ഞിരുന്നു. ആ ചോദ്യത്തിൽ അവളുടെ ഉണ്ടായിരുന്ന ധൈര്യവും ബോധവും എല്ലാം ചോർന്നുപോയി. അവൾ അവനെ നിന്ന നിൽപ്പിൽ സ്തംഭിച്ചതുപോലെ നോക്കി നിന്നു. ചോദിച്ചത് കേട്ടില്ലേ? നീ എന്തിനാ എൻ്റെ മുറിയിൽ കയറിയതെന്ന് അവൻ ചെവി പൊട്ടുമാറ ശബ്ദത്തിൽ അവളോട് ഉറക്കെ വീണ്ടും ചോദിച്ചു. ഞാൻ നിങ്ങളെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്നതാണ്. എങ്ങനെയോ വിക്കി വിക്കി അവൾ പറഞ്ഞു. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ നീ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ടെന്ന്? എനിക്ക് തോന്നുമ്പോൾ ഞാൻ കഴിക്കും, കഴിക്കാതിരിക്കും. അത് അന്വേഷിക്കേണ്ട കാര്യം നിനക്കില്ല. അവൻ്റെ ശബ്ദം ഒന്നുകൂടി ഉയർന്നു. നിന്ന നിൽപ്പിൽ ഭൂമി പിളർന്ന് താഴേക്ക് പതിച്ചിരുന്നുവെങ്കിൽ എന്ന് തോന്നിപ്പോയി വർണ്ണയ്ക്ക്. അവൻ്റെ ദേഷ്യത്തോടെയുള്ള സംസാരം കേട്ടതും അവളുടെ കണ്ണുകളും നിറഞ്ഞു വന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.